എല്ലാവർക്കും എഫ് ഗുരു മലയാളം ചാനലിലേക്ക് സ്വാഗതം. സ്വർണം പവൻ വില 50,000-ഉം 60,000-ഉം കടന്ന് 1,00,000-ലേക്ക് കുതിക്കുമോ എന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി നമ്മൾ സ്വർണത്തെ കാണുന്നു. എന്നാൽ ചരിത്രത്തിലൊരിക്കൽ ഈ സ്വർണത്തിന്റെ മൂല്യം വെറും കല്ലിന് തുല്യമായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു. അമേരിക്കൻ ഡോളർ മരണശയ്യയിലായപ്പോൾ അതിനെ രക്ഷിക്കാൻ ഒരാൾ അവതരിച്ചു. പോൾ വോൾക്കർ. സ്വർണ്ണവിലയെ തകർത്തെറിഞ്ഞ് ഡോളറിനെ ലോകത്തിന്റെ ചക്രവർത്തിയാക്കിയ ആ മനുഷ്യൻ ആരായിരുന്നു? അന്ന് അദ്ദേഹം പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം ഇന്ന് വീണ്ടും സംഭവിക്കുമോ? സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട ഞെട്ടിക്കുന്ന ചരിത്രമാണിത്. നമുക്ക് കഥ തുടങ്ങാം. 1971 വരെ ലോകത്ത് ഒരു നിയമമുണ്ടായിരുന്നു. അമേരിക്കൻ ഡോളർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബാങ്കിൽ കൊടുത്ത് സ്വർണമായി വാങ്ങാം. ഇതിനെയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ വിയറ്റ്നാം യുദ്ധം കാരണം അമേരിക്ക സാമ്പത്തികമായി തകർന്നു. അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ലോകത്തെ ഞെട്ടിച്ച ആ പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ ഡോളർ കൊടുത്താൽ സ്വർണം നൽകില്ല. ഇതാണ് ചരിത്രത്തിലെ നിക്സൺ ഷോക്ക്. അതോടെ ഡോളറിന്റെ വിശ്വാസ്യത തകർന്നു. ആളുകൾ ഭയന്ന് സ്വർണത്തിലേക്ക് പാഞ്ഞു. 1970-കളിൽ സ്വർണ്ണവില ആകാശത്തേക്ക് കുതിച്ചു കയറി. പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ അമേരിക്കയെ ശ്വാസം മുട്ടിച്ച കാലം. 1979 ആയപ്പോഴേക്കും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തി. പണപ്പെരുപ്പം 14% മുകളിലായി. ഡോളർ തകർന്നാൽ അമേരിക്ക തകരും. ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒരു 6 അടി 7 ഇഞ്ചുകാരനെ ഫെഡറൽ റിസർവ് തലവനായി നിയമിക്കുന്നത്. പോൾ വോൾക്കർ. വോൾക്കർ വന്നപാടെ ഒരു ക്രൂരമായ തീരുമാനമെടുത്തു. വിപണിയിലെ പണമൊഴുക്ക് തടയാൻ അദ്ദേഹം പലിശ നിരക്ക് അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് കുത്തനെ കൂട്ടി. സാധാരണ 2 മുതൽ 5 വരെ ശതമാനമൊക്കെ പലിശയുള്ള സ്ഥാനത്ത് വോൾക്കർ അത് 20% ഉയർത്തി. ചിന്തിച്ചു നോക്കൂ, ബാങ്കിൽ പണമിട്ടാൽ 20% പലിശ കിട്ടുന്ന ഒരവസ്ഥ. അതോടെ സ്വർണത്തിൽ നിക്ഷേപിച്ചവർ പണം പിൻവലിച്ച് ബാങ്കുകളിലേക്ക് ഓട്ടി. സ്വർണം ആർക്കും വേണ്ടാത്ത ലോഹമായി മാറി. വോൾക്കർക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. കർഷകർ അദ്ദേഹത്തിന്റെ ഓഫീസ് വളഞ്ഞു. പക്ഷേ വോൾക്കർ ഉറച്ചുനിന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഡോളറിനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. വോൾക്കറുടെ ആ കൈപ്പേറിയ മരുന്ന് ഫലം കണ്ടു. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായി. ഡോളർ ലോകത്തെ ഏറ്റവും കരുത്തുള്ള കറൻസിയായി വീണ്ടും മാറി. എന്നാൽ സ്വർണത്തിന്റെ അവസ്ഥയോ? 1980-ൽ ഏകദേശം $850 ആയിരുന്ന ഒരു ഔൺസ് സ്വർണത്തിന്റെ വില വോൾക്കർ പ്രഭാവം കാരണം 1999 ആയപ്പോഴേക്കും വെറും $250 കൂപ്പുകുത്തി. അതായത് ഏകദേശം 20 വർഷത്തോളം സ്വർണം വാങ്ങിയവർക്ക് നഷ്ടം മാത്രമായിരുന്നു ഫലം. പോൾ വോൾക്കർ എന്ന പേര് സ്വർണ്ണ നിക്ഷേപകരുടെ പേടി സ്വപ്നമായി മാറി. ഡോളറിനെ രക്ഷിക്കാൻ സ്വർണത്തെ ബലികൊടുത്ത മനുഷ്യൻ. അത് ചരിത്രം. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് വരാം. ഇന്ന് വീണ്ടും സ്വർണം സർവകാല റെക്കോർഡുകൾ ഭേദിക്കുന്നു. അമേരിക്കൻ ഡോളർ വീണ്ടും വലിയ വെല്ലുവിളികൾ നേരിടുന്നു. പലിശ നിരക്കുകൾ കുറയ്ക്കാൻ അമേരിക്ക നിർബന്ധിതരാവുകയാണ്. പലിശ കുറയുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണവില കൂടും. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം. ഇൻഫ്ലേഷൻ നിയന്ത്രണാതീതമായാൽ അമേരിക്കൻ ഡോളർ തകരാൻ തുടങ്ങിയാൽ വീണ്ടും ഒരു വോൾക്കർ തന്ത്രം പുറത്തെടുക്കാൻ ഫെഡറൽ റിസർവ് മടിക്കില്ല. പലിശ നിരക്ക് വീണ്ടും കൂട്ടിയാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്വർണ്ണക്കുതിപ്പ് പാതി വഴിയിൽ തകരാം. ചരിത്രം എപ്പോഴും ആവർത്തിക്കാനുള്ളതാണ്. സ്വർണം നിക്ഷേപത്തിന് നല്ലതാണ്. പക്ഷേ ആഗോള സാമ്പത്തിക രാഷ്ട്രീയത്തിലെ ഈ കരുനീക്കങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. വോൾക്കറുടെ കാലത്ത് സ്വർണം തോറ്റുപോയി. ഇന്ന് ഡോളറിനെ രക്ഷിക്കാൻ മറ്റൊരു വോൾക്കർ അവതരിക്കുമോ? അതോ സ്വർണം അതിന്റെ സിംഹാസനം നിലനിർത്തുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ സാമ്പത്തിക വാർത്തകളുമായി വീണ്ടും കാണാം.